കുടുംബശ്രീ കുടുംബമേളയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബീച്ചിലാണ് കുടുംബശ്രീ പ്രേക്ഷകരോടൊപ്പം നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു കൈയടി. ആലപ്പുഴ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിലുള്ള കുടുംബശ്രീ പ്രവർത്തകരാണ് ഇന്ന് നമ്മളോടൊപ്പം മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു കൈയടി തരാം. അപ്പോൾ ഈ മത്സരത്തിൽ 8 പേരാണ് പങ്കെടുക്കാൻ പോകുന്നത്. വളരെയധികം സ്നേഹത്തോടെ ആ 8 പേരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് 8 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. 8 പേർക്കും സ്വാഗതം. നമുക്ക് ഇവരെ പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് ശൈലമ്മ എന്നാണ്. എന്തൊക്കെയുണ്ട് ശൈലമ്മ ചേച്ചി വിശേഷങ്ങൾ? വിശേഷം സുഖം തന്നെ. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ? ഏത് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ അപർണ കുടുംബശ്രീയിലെ ഒരു യൂണിറ്റ് അംഗമാണ്. ഓക്കെ, എന്താണ് അപർണയുടെ മെയിൻ പരിപാടികളൊക്കെ? മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കുട നിർമ്മാണമുണ്ട്. ആഹാ, കുട നിർമ്മാണം. 3 ഫോൾഡ് ആണോ 4 ഫോൾഡ് ആണോ 5 ഫോൾഡ് ആണോ? 2 ആണ്. 2 ഫോൾഡ് ഉള്ളൂ. പക്ഷേ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ. ഓക്കെ, എന്തായാലും താങ്ക് യു വെരി മച്ച്. നല്ലൊരു കൈയടി. അടുത്ത ആൾ പരിചയപ്പെടാം. ഞാൻ അനിത ബാലൻ, പുന്നപ്ര നോർത്ത് CDSന്റെ ചെയർപേഴ്സൺ ആണ്. ഓ വെരി ഗുഡ്. അപ്പോൾ പുന്നപ്ര ചെയർപേഴ്സണ് നല്ലൊരു കൈയടി വരട്ടെ. അനിത ബാലൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ ടീം അംഗങ്ങളുടെ ആക്ടിവിറ്റീസ്? ഞങ്ങൾക്ക് മൈക്രോ സംരംഭങ്ങൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. അടുത്ത ആൾ പരിചയപ്പെടാം. എൻ്റെ പേര് ദ്രൗപതി എന്നാണ്. എൻ്റെ ദൈവം, ഞാൻ ആദ്യമായിട്ടാണ് ദ്രൗപദിനെ കാണുന്നത് കേട്ടോ. മഹാഭാരതത്തിൽ ഒരു ദ്രൗപതി ഉണ്ട്, പക്ഷെ ആ ദ്രൗപതി ഞാനല്ല എന്ന് മാത്രം. ഓക്കെ, ദ്രൗപദി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മാരാരിക്കുളം നോർത്ത് പഞ്ചായത്ത് 11ാം വാർഡിലെ CDS മെമ്പറാണ് ഞാൻ. ഇപ്പോൾ നല്ലൊരു ഗൈഡ് കൊടുക്കാം. അടുത്ത ആളെ പരിചയപ്പെടാം. എൻ്റെ പേര് ശൈല, മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൻ്റെ 14ാം വാർഡില് കാരുണ്യം കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്. പിന്നെ രുചിശ്രീ എന്ന് പറയുന്ന കാറ്ററിംഗ് ഗ്രൂപ്പിന്റെ സെക്രട്ടറിയാണ്. പിന്നെ അല്ലാതെ തന്നെ വാർഡിലെ കർഷക സംഘത്തിന്റെ സെക്രട്ടറിയും മേഖലാ കമ്മിറ്റി അംഗവും കൂടെയാണ്. ഇനി എന്തെങ്കിലും ആണോ? അപ്പോൾ നമുക്കിനി അടുത്ത ആളെ പരിചയപ്പെടാം. എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ പേര് അംബിക എന്നാണ്. കഞ്ഞിക്കുടി CDSലെ 5ാം വാർഡിലെ CDS മെമ്പറാണ്. ചക്കര കൃഷിയുടെ പേര് കേട്ട ഒരു പഞ്ചായത്താണ്. ഇപ്പോൾ നമ്മൾ തൈ ഉൽപാദന യൂണിറ്റ് 18 വാർഡിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഞങ്ങളുടെ വാർഡിലെ 5ാം വാർഡിലെ കൺവീനറാണ് ഞാൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ആളെ പരിചയപ്പെടാം. എൻ്റെ പേര് ലതമ്മ. ലതമ്മ, പുന്നപ്ര നോർത്തിന്റെ CDS വൈസ് ചെയർപേഴ്സൺ. ആഹാ, വെരി ഗുഡ്. ലതമ്മ ചേച്ചിക്ക് നല്ലൊരു കൈയടി. ഓക്കെ, താങ്ക് യു. അടുത്ത ആൾ പരിചയപ്പെടാം. എൻ്റെ പേര് രജിത ദിനേശൻ എന്നാണ്. ഞാൻ കഞ്ഞിക്കുടി പഞ്ചായത്തിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേര് ഐശ്വര്യ കുടുംബശ്രീ എന്നാണ്. അവിടെ അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു. അടുത്ത ആൾ പരിചയപ്പെടാം. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ദീപ എന്നാണ്. എൻ്റെ പ്രധാനമായിട്ടുള്ള തൊഴിൽ തെങ്ങ് കയറ്റമാണ്. കണ്ടോ, അതാണ് ഒരു സ്ത്രീ എത്തിപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ എത്ര മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ ആ ഒരു ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു ദിവസം എത്ര തെങ്ങിൽ കയറും? ഒരു ദിവസം ഒരു ഫ്ലോട്ടിലാണെങ്കിൽ 50 തെങ്ങ് കയറാം. 50 തെങ്ങ് കയറും. അതിനൊരു കൈയ്യടി കൊടുക്കണം. ഒരു മെഷീൻ വെച്ചിട്ടാണോ കയറുന്നത്? മെഷീൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും 8 പേരെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. 8 പേർക്കും ഈ മത്സരത്തിലേക്ക് സ്വാഗതം. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് മത്സരത്തിന് ഒരു പേര് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ പേര്? തലവിധി. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. 8 പേരിൽ ഇനി മത്സരത്തിനെ കുറിച്ച് പറയാം. നിങ്ങൾ 2 പേരുള്ള ടീമായിട്ട് ഞങ്ങൾ വേർതിരിക്കാൻ പോവുകയാണ്. ഇപ്പം നിലവിൽ ഓരോ ഹൈറ്റ് അനുസരിച്ചിട്ട് തന്നെ തിരിക്കാം. ഇപ്പോൾ നിങ്ങൾ 2 പേരും ഒരു ടീമാണ്, നിങ്ങൾ 2 പേരും ഒരു ടീമാണ്, നിങ്ങൾ 2 പേരും ഒരു ടീമാണ്, നിങ്ങൾ 2 പേരും ഒരു ടീമാണ്. അപ്പോൾ എന്തായാലും ഒരു മത്സരത്തിൽ 2 പേര് വീതമാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മത്സരത്തിനെ കുറിച്ച് പറയാനായിട്ട് നിങ്ങൾ കുറച്ചുകൂടി പുറകിലേക്ക് വരിക. ഇനി മത്സരത്തിനെ കുറിച്ച് പറയാൻ പോവാണ്. ദാ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഉണ്ട്, ഒരു റിബണിൽ കെട്ടിയിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ തലയിലേക്ക് കിട്ടും. നിങ്ങളുടെ തലവിധി ആയിരിക്കും എന്നാണല്ലോ പറഞ്ഞത്. ഈ മത്സരത്തിൻ്റെ പേര് പോലെ തലവിധി എന്നാണ് ഈ മത്സരത്തിൻ്റെ പേര്. അപ്പോൾ ഉദാഹരണം ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ആരെങ്കിലും ഒരാളൊരു ഇതേപോലെ പ്ലാസ്റ്റിക് ഗ്ലാസ് തലയിൽ റിബണിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരു ബോള് കൈകൊണ്ട് എടുക്കൂ. ഇനിയിപ്പോൾ ചേച്ചിയുടെ പാർട്ട്ണർ ആരാണ്? ഓക്കെ, നമുക്ക് ഒരെണ്ണം ഇതും കെട്ടിക്കൊടുത്തേ തലയിൽ. അപ്പോൾ ഇതാണ് ടീം അംഗങ്ങൾ. ഇവർ 2 പേരുമാണ്. ഇതിൽ ഒരു ബോള് നിക്ഷേപിക്കുക. ഇട്ടോളൂ. എന്നിട്ട് ചേച്ചി ഇത് അവിടെ ഒരു ലൈൻ കണ്ടോ, ഒരു വൈറ്റ് ലൈൻ. അല്ല നിൽക്കണ്ട, അവിടെ പോയി നിൽക്കണം.
എന്നിട്ട് ഈ ചേച്ചിയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഗ്ലാസ്സിലുള്ള ഈ ബോള് ആ ഗ്ലാസ്സിലേക്ക് പാസ് ചെയ്യണം. അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോള് ഈ ഗ്ലാസ്സിൽ നിന്നെടുത്ത് ഫ്രണ്ടിലൊരു ബൗൾ ഇരിക്കുന്നുണ്ടോ, ആ ബൗളിൽ താഴെ പോകാതെ കൊണ്ടുപോയി ഇടണം. അപ്പോൾ ഒരാൾക്ക് 50 ബോളുകളാണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് കൈ തൊടാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ബോളുകൾ കൃത്യമായിട്ട് ഇതേപോലെ പാസ് ചെയ്ത് ആരാണോ ബൗളിൽ നിറയ്ക്കുന്നത് അവർക്കായിരിക്കും ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടുക. ആ ടീമിനായിരിക്കും ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടുക. ഒരു സമയത്ത് 2 ടീമുകളാണ് മത്സരിക്കാൻ പോകുന്നത്. 2 ടീമുകൾ നിങ്ങൾ പുറത്ത് കണ്ടു നിൽക്കുക. അതിനുശേഷം രണ്ടാമത്തെ റൗണ്ട് മത്സരമുണ്ട്. അതിനുശേഷം ഫൈനലിലേക്ക് സെലക്ട് ചെയ്ത 2 ടീമുകൾ തമ്മിൽ ഫൈനൽ മത്സരം ഉണ്ടാവും. അവിടെ നിന്ന് വിജയിക്കുന്നവരായിരിക്കും യഥാർത്ഥ വിജയികൾ. ഓക്കെ, അപ്പോൾ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. 2 ടീമുകൾ വന്നോളൂ. ആദ്യ റൗണ്ട് മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അനിത, ശൈലമ്മ, അംബിക, ലതമ്മ, ഇവർ 4 പേരാണ് മത്സരിക്കാൻ പോകുന്നത്. ഒരു നല്ല കൈഡി വരട്ടെ. മത്സരം ആരംഭിക്കുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. നല്ലൊരു കൈഡി. കൈകൊണ്ട് തൊടാതെ ഈ ഗ്ലാസ്സിലേക്ക് ബോളുകൾ ഇടുക. കൈകൊണ്ട് തൊടരുത്. ഇതെന്തത് കുത്തിമറിക്കാനല്ല പറഞ്ഞത്, ബോളിടാൻ. ഒരെണ്ണം, ഒരു ബോൾ കളക്ട് ചെയ്തു. താഴെ കളയരുത്. 1 2 വെരി ഗുഡ്. അംബിക ചേച്ചിയുടെ ടീമിന് 4 പോയിന്റുകളും അനിത ചേച്ചിയുടെ ടീമിന് 2 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. ഓടിവാടാ ഓടിവാടാ. ഏഴോളം ബോളുകൾ കളക്ട് ചെയ്തു. തൊട്ടു പിന്നാലെ അനിത ചേച്ചിയുടെ ടീം 6 ബോളുകളായിട്ടുണ്ട്. 1 ബോളിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോട്ടെ. ഇനി കുറച്ച് സമയമുള്ളൂ. 2 എന്താ നിനക്ക് ഒന്നാലും ഇപ്പൊ 1 2 3 4 5 6 7 8 9 10 11 12 13 പോയിന്റുകളുമായിട്ട് അംബി ചേച്ചി മുന്നിലെത്തിയിരിക്കുന്നു. തൊട്ട് പിന്നാലെയുണ്ട് അനിത ചേച്ചിയുടെ ടീം. 1 2 3 4 5 6 7 8 9 10 11. അതെ, 2 ബോളുകൾക്ക് മാത്രമേ പുറകിലുള്ളൂ. കുറച്ച് വേഗത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും അംബിക ചേച്ചിയുടെ ടീമിന്റെ ഒപ്പത്തിനൊപ്പം എത്താൻ സാധിക്കും. ഇനി 1 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. ഈ മത്സരം അവസാനിക്കാൻ 1 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 1 മിനിറ്റ്. ആ ചേച്ചിനെ കുത്തി മാറിക്കണേ, കുറെ നേരമായിട്ടാ. സെക്കൻഡ് പിന്നിട്ടിരിക്കുന്നു. 1/2 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. എന്താണത്? ഒരു കുത്തു കൊടുക്കുന്ന. വാ ചേച്ചി, ഇങ്ങോട്ട് വാ. 8 7 6 5 4 3
ഓക്കെ, അപ്പൊ എന്തായാലും എത്ര ബോളുകൾ രണ്ട് ടീമുകളും കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് തുടങ്ങിയോ? 2, 4, 6, 8, 10, 12, 14, 16, 17 ബോളുകളാണ് അനിത ചേച്ചിയുടെ ടീം കളക്ട് ചെയ്തിരിക്കുന്നത്. എത്ര തവണ ഈ നെറ്റ് വെച്ച് ഇടിയുണ്ട്? പരിശ്രമിച്ച് ഇടാൻ കുറെ പരിശ്രമിച്ചു, പക്ഷേ കുറെ താഴെ പോയി, അതാണ്. അപ്പോൾ എന്തായാലും 17 ബോളുകളാണ് നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത ടീം അമ്പി ചേച്ചി, നമുക്ക് നോക്കാൻ വേണ്ടി 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 27. അംബിക ചേച്ചി ആൻഡ് ലതമ്മ ഇവർ രണ്ടുപേരും കൂടി കളക്ട് ചെയ്തിരിക്കുന്നത് 27 ബോളുകളാണ്. എന്തായാലും ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ടീമാണ്. നല്ലൊരു കൈയടി. ദ്രൗപദി ആൻഡ് രജിത ഇവരുടെ ടീമിന്റെ മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. കൈയടി വരട്ടെ. ദ്രൗപദി ചേച്ചി കൂടെ പാർട്ണറായിട്ടുള്ളത് ശൈലയാണ്. രജിത ചേച്ചിയുടെ കൂടെ ഉള്ളത് ദീപയാണ്. എന്തായാലും ആദ്യത്തെ ബോൾ കൃത്യമായിട്ട് എന്താണ്, ഇത് ഒരു രാശിയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും കൃത്യമായിട്ട് വീഴുന്നുണ്ട്. അതെ, കൃത്യമായിട്ട് വീഴും. വെരി ഗുഡ്, വെരി ഗുഡ്. ഒപ്പത്തിനൊപ്പം ദ്രൗപദി ചേച്ചിയുടെ ടീമും അതേപോലെ തന്നെ രജിത ചേച്ചിയുടെ ടീമും ഒപ്പത്തിനൊപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1, 2. കയ്യടിക്കൊരു ശക്തിയില്ല കേട്ടോ. വെരി ഗുഡ്. ദീപ ആൻഡ് രജിത ഇവരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. തൊട്ട് പിന്നാലെ ദ്രൗപദി ചേച്ചിയും ശൈല ചേച്ചിയും ഉണ്ട്. അതാ രജിത ചേച്ചിയുടെ ടീം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ദ്രൗപദി ചേച്ചി എല്ലാം താഴെ കളയുന്നു. ആദ്യം നന്നായിട്ട് വീഴ്ത്തിയാണല്ലോ. ഇപ്പൊ അത് തീരാണ്. 50 ബോളുകൾ ഇപ്പം നിമിഷ നേരം കൊണ്ട് ഇവരിടും കേട്ടോ. ഇതിപ്പോ പിൻ ചെയ്ത് തരും. നന്നായിട്ട് പിൻ ചെയ്ത് കൊടുത്ത് ആ തലയും കൂട്ടി പിൻ ചെയ്ത് കൊടുക്കും. ഒരു സമയത്ത് ഒരു ബോൾ മാത്രമേ കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവര് നൈസായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ്ടോ. നമ്മൾ കൗണ്ട് ഡൗൺ ആരംഭിക്കാൻ പോകുന്നു. അതിനു മുമ്പ് 1 മിനിറ്റ് കൂടിയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. ഇനി മത്സരം അവസാനിക്കാൻ 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. 1 മിനിറ്റ്. അതുകൊണ്ട് വളരെ വാശിയോടുകൂടി വേഗത്തിൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഗെയിമിൽ മത്സരത്തിൽ പങ്കെടുക്കാം. 10 സെക്കൻഡുകൾ കഴിഞ്ഞു. 10 സെക്കൻഡുകൾ കഴിഞ്ഞിരിക്കുന്നു. ദ്രൗപദി ചേച്ചി ആൻഡ് രജിത ചേച്ചി ഇവർ രണ്ടുപേരും ടീമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. 15 സെക്കൻഡുകൾ പിന്നിട്ടിരിക്കുന്നു. 20 സെക്കൻഡ് പിന്നിട്ടിരിക്കുന്നു. താഴെ പോയി. 30 സെക്കൻഡുകൾ പിന്നിട്ടിരിക്കുന്നു. ഇനി ഈ മത്സരം അവസാനിക്കാൻ വെറും 30 സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാൽപ്പത് സെക്കൻഡുകൾ പിന്നിട്ടിരിക്കുന്നു. 40 സെക്കൻഡുകൾ പിന്നിട്ടിരിക്കുന്നു. സ്ഥലം കൊണ്ട് ഒരു കുത്തു കൊടുക്കും. പോയി. 45 സെക്കൻഡ്. കയ്യടി വരട്ടെ. മത്സരം തീരാൻ പോവാണ്. 10. 0. മതി കേട്ടാ, മതി. അവിടെ ഇരുന്നോട്ടാ. പോലെ കഴിഞ്ഞു, സമയം കഴിഞ്ഞു. നിങ്ങൾ പോര്. ദ്രൗപദി ചേച്ചി ആൻഡ് ശൈല ചേച്ചി
രജിത ആൻഡ് ദീപ. ഇവര് 4 പേരുമാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. 4 പേരും വളരെ മനോഹരമായിട്ടും വളരെ ആത്മാർത്ഥതയോടുകൂടി പങ്കെടുത്തു. 2 ടീമിനും നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ദ്രൗപദി ചേച്ചിയും ടീമും കളക്ട് ചെയ്തിട്ടുള്ള ബോളുകളാണ്. രജിത ആൻഡ് ദീപ ഇവർ 2 പേരും കളക്ട് ചെയ്തിട്ടുള്ള ബോളുകളാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതിൽ ആരാണ് ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ദ്രൗപദി ചേച്ചിയും ശൈല ചേച്ചിയും ചേർന്ന് എത്ര ബോളുകൾ കളക്ട് ചെയ്തു എന്ന് നമുക്കിപ്പോൾ എണ്ണി നോക്കാം. 1 അല്ല 2 4 14 15 ബോളുകൾ. നല്ലൊരു കൈയ്യടി. 15 ബോളുകളാണ്. ഇനി രജിത ആൻഡ് ദീപ ഇവർ 2 പേരും ചേർന്ന് എത്ര ബോളുകളാണ് കളക്ട് ചെയ്ത് നോക്കാം. 2 18 20 21 ബോളുകളുമായിട്ട് ഈ മത്സരത്തിൽ ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് രജിത ആൻഡ് ദീപ. നല്ലൊരു കൈയ്യടി. ഫൈനൽ റൗണ്ട് മത്സരം ആരംഭിക്കാൻ പോവാണ്. ഫൈനൽ റൗണ്ട് മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിനേലും കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു മത്സരമാണ്. 2 പേര് ചേർന്ന് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇനി മത്സരത്തിനെ കുറിച്ച് പറയാം. ഇവിടെ ചെറിയ ബൗളിലായിട്ട് 5 നാരങ്ങ, 5 ചെറുനാരങ്ങയുണ്ട്, 2 സ്പൂണുണ്ട്. അപ്പോൾ 2 ബൗളിലും 5 ചെറുനാരങ്ങ വീതമുണ്ട്. അപ്പോൾ ഇനി മത്സരത്തിനെ കുറിച്ച് പറയുകയാണ്. 1 സ്പൂൺ ഒരാൾ കടിച്ചു. ഇപ്പോൾ ചേച്ചി കടിച്ചു പിടിച്ചു. അതിനുശേഷം 1 നാരങ്ങ എടുത്ത് ദാ ഇവിടെ വെക്കുന്നു. അടുത്ത ആള് 1 നാരങ്ങ കുടിക്കൂ. ഈ നാരങ്ങ ഇവിടെ കൈകൊണ്ട് പിടിക്കാൻ പാടില്ല. ഇനി ദീപ ആൻഡ് ലതമ്മ, നിങ്ങൾ ആ ലൈനിൽ അവിടെ പോയിന്നോളൂ. താഴെ പോകരുത്. താഴെ പോയി കഴിഞ്ഞാൽ വേറെ നിവൃത്തിയൊന്നുമില്ല, വീണ്ടും തിരിച്ചെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് രജിത ചേച്ചി സംസാരിക്കല്ലേ. രജിത ചേച്ചി ഇവിടെ നിന്ന് നടന്നു വന്ന് ദീപ കടിച്ചു പിടിച്ചിരിക്കുന്ന സ്പൂണിൽ താഴെ പോകാതെ ഈ നാരങ്ങ പാസ് ചെയ്യണം. അതിനുശേഷം ദീപ ഫ്രണ്ടിലുള്ള ബൗളിൽ കൊണ്ടുപോയി ഇടണം. 5 നാരങ്ങ ആദ്യം ഏത് ടീമാണോ ആ ബൗളിൽ നിറയ്ക്കുന്നത് അവർക്കായിരിക്കും ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ലഭിക്കാൻ പോകുന്നത്. ഫൈനൽ റൗണ്ട് മത്സരം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. 4 പേരും മത്സരത്തിൽ പങ്കെടുക്കാൻ റെഡിയായി നിൽക്കുന്നു. അംബിക ചേച്ചി ആൻഡ് ലതമ്മ, രജിത ആൻഡ് ദീപ. 4 പേർക്കും നല്ലൊരു ക്ലാപ്പ്. മത്സരം ആരംഭിക്കുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. താഴെ പോകരുത്. ചെറുനാരങ്ങ ആദ്യം ആരാണോ ആ ബൗളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക അവർക്കായിരിക്കും ഈ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ്. കട്ടയ്ക്കാണ്. 1-1. വേഗോട്ടെ. ഒപ്പത്തിനൊപ്പമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. രജിത ചേച്ചിയുടെ ടീമും അംബിക ചേച്ചിയുടെ ടീമും ഒപ്പത്തിനൊപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. രജിത ആൻഡ് ദീപ താഴെ പോയാ പോട്ടെ. പോയി വേഗോട്ടെ. ഒരുമിച്ച്. റെഡി 1 2 3. ഫൈനൽ റൗണ്ട് മത്സരം വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അംബിക ചേച്ചി ആൻഡ് ലതമ്മ, രജിത ആൻഡ് ദീപ 2 പേരും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷേ ഭാഗ്യദേവത കടാക്ഷിച്ചത് രജിത ചേച്ചിയെയും ദീപയെയുമാണ്. എന്തായാലും വിജയിച്ച 2 പേർക്കും നല്ലൊരു കൈയടി. ഫസ്റ്റ് പ്രൈസ് ലഭിച്ച ടീമിന് സമ്മാനം നൽകുന്നതിനായിട്ട് ഞങ്ങൾ ഒരു വിശിഷ്ടാതിഥിയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ADMC മിസ്റ്റർ അജയ് കുമാറിനെ വളരെയധികം സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പം എന്തായാലും ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുള്ള രജിത ആൻഡ് ദീപ ഇവർക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് അജുകുമാർ സാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ? എന്തായാലും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് ഒരു ദിവസം വളരെ സന്തോഷത്തോടു കൂടി ഈ ദിവസം എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കതിനുള്ള ഒരു അവസരം നൽകിയ ഫ്ലവേഴ്സ് ചാനലിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എന്തായാലും കുടുംബശ്രീയുടെ ഈ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഇത്തരം ആക്ടിവിറ്റികൾ കൂടുതൽ ഫലപ്രദമാകും, സഹായമാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇനി ഇവർക്ക് സമ്മാനം നൽകാൻ പോവാണ്. ആലപ്പുഴ കുടുംബശ്രീ പ്രവർത്തകരോടൊപ്പമുള്ള ഇന്നത്തെ കുടുംബശ്രീ കുടുംബമേള ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു. അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.